ഓ യാ ഓപ്പൺഹൈമർ യെസ്. നിങ്ങൾ എത്ര പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺഹൈമർ ബെസ്റ്റ് പിക്ചർ അവാർഡ് ഓസ്കറിൽ ഈ വർഷം നേടും എന്നുള്ളൊരു കാര്യം? സത്യസന്ധമായി പറയൂ, നിങ്ങൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ നിങ്ങൾ ബാർബി ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും എക്സൈറ്റഡ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണേ നമ്മുടെ ഓസ്കറിൽ സംഭവിച്ച കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഈ ആഴ്ച ഹോളിവുഡിൽ എന്തൊക്കെ പുതിയ ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് സമ്മറി ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങിക്കളയാം. സോ ഏറ്റവും വലിയ ഓസ്കാർ വിശേഷം ഇതൊന്നും ആയിട്ടല്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ജോൺ സീനയുടെ കോസ്റ്റ്യൂം തന്നെയായിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ അവരൊരു ഓസ്കാർ കൊടുക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജോൺ സീനയുടെ ഈ ഓസ്കാറിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. ഞാൻ പീസ് മേക്കറിന്റെ സീസൺ 2 വേണ്ടി നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് കേട്ടോ. കാരണം ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ മുത്താണ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ദ ബെസ്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ബെസ്റ്റ് പിക്ചർ ഏതാണെന്നുള്ളൊരു കാര്യത്തിൻ്റെ ആൻസർ ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, ദ ലെജൻഡറി ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതൊരു ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നോളൻ്റെ പടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഗൂസ് ബംസ് വരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ RDJക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിൻ്റെ ഓസ്കറും കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെ ആ ഒരു ഓസ്കർ വാങ്ങിയിട്ട് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ കൂടി ആ ഒരു സിനിമയ്ക്കകത്ത് 1-2 ഡയലോഗ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന് കിട്ടി. കാരണം പുള്ളിക്കാരൻ്റെ റോള് ചെറുതായിരുന്നെങ്കിലും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു റോളായിരുന്നു എന്നുള്ളൊരു കാര്യം ഓപ്പൺഹൈമർ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സോ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ആ ഒരു ജേർണി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും RDJ ഡിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ട് തന്നെയാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചേർഡ് ഫിലിമിനുള്ള ഓസ്കാർ കിട്ടിയിട്ടുള്ളത് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിന് തന്നെയാണ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, എന്താണെങ്കിലും കണ്ടു നോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് ഇനി എടുത്ത് പറയേണ്ട ദ ബെസ്റ്റ് ആക്ട്രസ്, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എമ്മ സ്റ്റോണിന് കിട്ടുമോ എന്നുള്ളൊരു കാര്യം? കാരണം പുള്ളിക്കാരിയുടെ ഈ ഒരു സിനിമയായിട്ടുള്ള പുവർ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഭയങ്കര യൂണീക്കായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ഞാൻ കണ്ട സിനിമ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനാണ് പുള്ളിക്കാരി ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് ഈ ഒരു കുട്ടിയുടെ ആ ഒരു ഫിലോസഫിയിൽ വെച്ചൊക്കെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം പലപ്പോഴായിട്ട് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതായത് ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അതിനകത്ത് എമ്മ സ്റ്റോണിൻ്റെ ക്യാരക്ടർ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. സോ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള കിലിയൻ മർഫി തന്നെയാണ് ദ ബെസ്റ്റ് ആക്ടർ ഫ്രം ദ മൂവി ഓപ്പൺഹൈമറിന് ബെസ്റ്റ് പിക്ചർ അവാർഡ് കിട്ടിയതിൽ പ്രത്യേകിച്ചൊരു അതായത് ഒരു ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തന്നെ ആ ഒരു സിനിമയ്ക്കകത്തുള്ള എല്ലാം ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു പെർഫെക്ഷനിൽ തന്നെ നോളന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് RDJ പോലെ തന്നെ കിലിയൻ മർഫിയും ഇത് സത്യമായ നല്ല രീതിയിൽ തന്നെ ഡിസർവ് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ ഹാപ്പി തന്നെയാണ് ഈ വർഷത്തെ ഓസ്കറിൻ്റെ അനൗൺസ്മെൻറ്റും അതുകൂടാതെ വിന്നേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം കേട്ട് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും ഫിലിംസ് ആണോ, നിങ്ങൾ വേറെ ഏതെങ്കിലും ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ ആണോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ അപ്പോൾ ഇനി നമുക്ക് ഓസ്കറിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ യൂഷ്വൽ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്തു പറയേണ്ട ആദ്യത്തെ ന്യൂസ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ആനിമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ സിയുടെ ക്രിയേറ്ററായിട്ടുള്ള അക്കീറ ടൊറിയാമ പുള്ളിക്കാരൻ സാഡ്ലി പാസ്ഡ് അവേ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊരു വൻ നഷ്ടം തന്നെയാണ് ഈ ഒരു ആനിമി വേൾഡിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ. കാരണം ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും കുട്ടിക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡ്രാഗൺ ബോൾ സിയിലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പോക്കിമോൺ, ഡ്രാഗൺ ബോൾ സി, അതേപോലത്തെ ആനിമീസിലെല്ലാം തന്നെ. സോ ആനിമി എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെജൻഡ് തന്നെയാണ്. സോ പുള്ളിക്കാരൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി, പക്ഷെ എന്നാലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിക്കാരന് ഒരു റെസ്റ്റ് ഇൻ പീസ് നമുക്ക് കൊടുക്കാം. സോ ഇനി നമുക്ക് ഡിസ്നിയുടെ ന്യൂസിലേക്ക് നമുക്ക് നോക്കാം. ബോബ് ഐഗർ റീസെൻ്റ്ലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ നമ്മുടെ പല വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. മാർവലിനകത്ത് അവർ കുറച്ചും കൂടി കൂടുതൽ ക്വാളിറ്റിയാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ അത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം റീസെൻ്റ്ലി അവരുടെ പ്രോജക്ട്സ് ഒക്കെ എത്ര നല്ല രീതിയിൽ തന്നെ ഫ്ലോപ്പ് ആയിക്കൊണ്ട് വരുവാണെന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കുറേ സീരീസ് എല്ലാം അവർ ആലോചിച്ചിട്ടേ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യങ് അവഞ്ചേഴ്സ് സിനിമ.
ആൻഡ് അതിൻ്റെ എത്രത്തോളം പ്രശസ്തി ഉണ്ടെന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് മാർവൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. സോ ഇതെല്ലാം ഒന്നും കൂടി അവർ റീതിങ്ക് ചെയ്തിട്ട് പുതിയൊരു റീഷെഡ്യൂൾ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി നമുക്ക് റീസെൻ്റ്ലി സാക്ക് സ്നൈഡർ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്തോ കഞ്ചാവ് അടിച്ചിട്ടാണ് പോയി ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തതെന്നുള്ളൊരു കാര്യം തന്നെ. അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു റീസെൻ്റ്ലി പുള്ളിക്കാരൻ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയായിട്ടുള്ള റെബൽ 3 ബാർബി സിനിമയെക്കാളും കൂടുതൽ ആൾക്കാർ കണ്ടു എന്നുള്ളൊരു കാര്യം. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. നമ്മുടെ റിവ്യൂവിൽ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വെർഷൻ കാണരുത്, വെയിറ്റ് ഫോർ ഒറിജിനൽ ഡയറക്ടർ കട്ട് എന്നുള്ളൊരു കാര്യം. അതിനി എപ്പോൾ പുള്ളിക്കാരൻ ഇറക്കുമെന്ന് എനിക്കറിയില്ല. സ്നൈഡർ കട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ് ആസ് ഒരു ബാറ്റ്മാൻ ഫാൻ എന്നുള്ളൊരു കാര്യത്തിൽ ഞാനും ഒട്ടും യോജിക്കാത്തൊരു കാര്യം തന്നെ. കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മൾ BVS സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ബാറ്റ്മാൻ്റെ ആ ഒരു നോ കിൽ പോളിസിയുടെ ആവശ്യമില്ല. ബാറ്റ്മാനെ ഒരു സിനാരിയോയിൽ കൊണ്ടുവരണം, ആ ഒരു സിനാരിയോയിൽ ബാറ്റ്മാൻ ആൾക്കാരെ കൊല്ലണം. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു BVSനകത്തുണ്ടായിരുന്ന ആ ഒരു വെയർ ഹൗസിലുള്ള ബാറ്റ്മാൻ്റെ ആ ഒരു ഫൈറ്റിംഗ് സീൻ തന്നെയായിരുന്നു. അത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു സീൻ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറെ ആരും ജീവനോടെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം. സോ സ്നൈഡർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോളിസിയുടെ ആവശ്യമില്ല ബാറ്റ്മാനെ എല്ലാവരെയും കൊല്ലാം. ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. ഇത് ആക്ച്വലി ഫാൻസ് കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. ഇത് ബോബ് കെയ്ൻ തന്നെ ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു റൂളാണ്. കാരണം ബാറ്റ്മാൻ ഒരാളെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാറ്റ്മാൻ്റെ വില്ലനിൽ നിന്ന് എന്താണ് പ്രത്യേകതയാക്കുന്നത്? വേറെ ഏതൊരു സൂപ്പർ ഹീറോസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റ്മാനെ പ്രത്യേകതയാക്കുന്ന ഒരു കാര്യം എന്താ? ബാറ്റ്മാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രഗിൾസ്, ആ ഒരു ക്രൈം ആലിയിൽ പുള്ളിക്കാരൻ നേരിട്ട് കൊച്ചിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം, പുള്ളിക്കാരൻ്റെ അച്ഛനമ്മയും മരിക്കുന്നത്, ഇതെല്ലാം വെച്ച് തന്നെയാണ് ബാറ്റ്മാൻ ഇനി ഗൺ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനം വെച്ചത്. നിങ്ങൾ ബാക്ക് കേവി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവിടെ ഒരു ഗണ്ണുണ്ട്, അത് ഫ്രെയിം ചെയ്ത് എപ്പോഴും ആ ഒരു പെട്ടിക്കകത്ത് തന്നെ വെച്ചാൽ പുള്ളിക്കാരൻ അത് യൂസ് ചെയ്യില്ല. സോ ആ ഒരു റൂള് ചേഞ്ച് ചെയ്യണമെന്ന് സ്നൈഡർ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും യോജിക്കില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ വല്ല കഞ്ചാവ് അടിച്ചിട്ട് പോയി എടുത്ത ഇൻ്റർവ്യൂ ആയിരിക്കും, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഹൈ ആകുന്ന കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ഹൈ ആവുന്ന ഒരു കാര്യം തന്നെയാണ് റീസെൻ്റ്ലി സോണിയുടെ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്ന ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡും വെട്ടിക്കും, 1 ബില്യണാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്നുള്ളൊരു കാര്യം തന്നെ. ഇവിടെ ഓപ്പൺഹൈമർ വരെ ബെയർലിയാണ് ഇത്രയും കിഡിലൻ സിനിമയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ഇവരുടെ മനസ്സിലുള്ള ഉദ്ദേശമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറേ കാശ് മുടക്കി സ്പൈഡർമാൻ്റെ ക്യാരക്ടേഴ്സിനെ മാർവലിന് തിരിച്ചു കൊടുക്കുകയില്ല, ഇങ്ങനെ കുറേ പടങ്ങളെടുത്ത് വെറുതെ ആൾക്കാരെ വെറുപ്പിക്കലാണോ? അതും ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ എത്രത്തോളം ധൈര്യമാണ് സോണിക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം റീസെൻ്റ്ലി ഡെക്കോട്ട ജോൺസൺ മറ്റൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിറ്ററലി മാഡം വെബ് സിനിമയുടെ പ്രൊമോഷൻ ടൈമിനകത്ത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ സിക്കായിരുന്നു. ആൻഡ് അപ്പം പോലും സോണി പറഞ്ഞു ഞങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. പുള്ളിക്കാരി ലിറ്ററലി ഓരോ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി വോമിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും സോണി എത്ര കിഡിലനായിട്ടുള്ളൊരു കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ 4ൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും. സാം റാമിയും ടോബി മെക്കറും കൂടി അത് അവർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി അപ്ഡേറ്റ് കിട്ടിക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ഒന്ന് പറയുന്ന കാര്യം തന്നെയായിരിക്കും. സോ എന്താണ് ഈ സോണി ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഡിസിഷൻ? അവിടെ എന്താ പറയണ്ടത്, അവരുടെ ഒരു ഡ്രീം ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ആരും ഡ്രീം കാണരുത്. അത് മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സോണി എക്സിക്യൂട്ടീവ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ ഇനി നമുക്ക് MCUലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് MCUവിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്രൊജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് അത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരിക്കും. അതൊരു ട്രിയോളജി ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഈ ഒരു ട്രിയോളജി നമ്മൾ അറിയാം, ഇതിനു മുമ്പുള്ള ഫാന്റാസ്റ്റിക് ഫോർ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ മെയിൻ റൈവൽ എപ്പോഴും ഡോക്ടർ ഡൂം തന്നെയാണ്. പക്ഷേ മാർവൽ ഇപ്പോൾ ഡോക്ടർ ഡൂമിനെ വേറെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. ഒബ്വിയസ്ലി സീക്രട്ട് വേഴ്സ് അല്ല വേറെ സാരമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിക്കുള്ളൊരു മെയിൻ വില്ലനായിട്ട് ഗലാക്ടസിനെ ആയിരിക്കും അവർ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ അവഞ്ചേഴ്സ് ആകെയുടെ ഒരു മെയിൻ വില്ലനായിട്ട് താനോസ് വന്നതുപോലെ തന്നെ ഗലാക്ടസിനെ അവർ കൊണ്ടുവരും. ഇതിനു മുമ്പും ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ അത് വൻ ഷോകമായിട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതാണ് ഇപ്പോൾ കറൻ്റ് അവർ പ്ലാൻ ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സിൽവർ സഫറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ സിനിമ അവർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് മാർക്ക് റഫലോയുടെ ഹൾക്കിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ
മാർവൽ ഒത്തിരി പ്രാവശ്യം വിചാരിച്ചായിരുന്നു ഹൾക്കിൻ്റെ മറ്റൊരു ഇൻഡിവിജ്വൽ സിനിമ ചെയ്യാം. അതായത് ഇൻക്രെഡിബിൾ ഹൾക്കായിരുന്നു ലാസ്റ്റത്തെ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഹൾക്കിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഫിലിം നമുക്ക് കിട്ടിയില്ല. പക്ഷേ മാർവലിനെ എപ്പോഴും അത് തടുത്ത് നിർത്തിക്കൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൾക്കിൻ്റെ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ബഡ്ജറ്റ് അവർക്ക് വേണം. സോ അത്രത്തോളം ബഡ്ജറ്റ് ഇറക്കി അവരൊരു സിനിമ ചെയ്തിട്ട് അത് നല്ലൊരു ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവുന്ന ഒരു കോൺഫിഡൻസ് മാർവലിനില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഹൾക്കിന് മറ്റൊരു ഇൻഡിവിജ്വൽ സിനിമ നമുക്ക് കാണാൻ സാധിക്കാതെ പോയെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റീസെൻ്റ് ഈ ഒരു അപ്ഡേറ്റിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എനിക്കറിയാം ഇതൊരു ബാഡ് ന്യൂസ് ആണെന്നുള്ളൊരു കാര്യം, പക്ഷേ ഒരു ഗുഡ് ന്യൂസും കൂടി ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഷാങ് ചിയുടെ പാർട്ട് 2 ഷൂട്ടിങ് ഏകദേശം 2025 എൻഡോട് കൂടി അവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ മാർഷൽ ആർട്സ് നമ്മുടെ MCUലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷാങ് ചിക്ക് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഷാങ് ചി തന്നെയാണ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത് തന്നെ. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ഈവൻ നമുക്ക് ഹൾക്കിൻ്റെ സിനിമ കിട്ടിയില്ലെങ്കിൽ റെഡ് ഹൾക്കിനെ നമുക്ക് എന്താണെങ്കിൽ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ സിനിമയിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. സോ ഷാങ് ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ഇത് നമുക്ക് ക്യാങ്ങിനെ കുറിച്ച് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്യാങ് കോൺകറിൻ്റെ ക്യാരക്ടറിനെ ചിലപ്പോൾ മിക്കവാറും ജോൺ ഡേവിഡ് വാഷിംഗ്ടൺ ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെ. പുള്ളിക്കാരൻ നമ്മൾ ടെനറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് ഇതാണ് പുള്ളിക്കാരനെ മാർവൽ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് നമ്മുടെ നേരെ ഡെഡ്പൂൾ 3 അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഹ്യൂ ജാക്ക്മാൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് അതിന് മുമ്പ് വേറൊരു കാര്യം നമുക്ക് പറയാം. ഡെഡ്പൂളിൻ്റെ പുതിയ അപ്ഡേറ്റിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒത്തിരിയധികം കമിയോസ് നമ്മുടെ ഇമാജിനേഷനേക്കാളും ഓവറായിട്ടുള്ള കമിയോസ് സിനിമയിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്കൊരു ഒഫീഷ്യൽ ലീക്കിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ഡെഡ്പൂളിൻ്റെ ആണെങ്കിലും വോൾവറിൻ്റെ ആണെങ്കിലും പല വേരിയൻസിനെയും വേർഷൻസിനും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹ്യൂ ജാക്ക്മാൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ളൊരു കാര്യം. റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് കെവിൻ ഫീജിയോട് ആക്ച്വലി ഹ്യൂ ജാക്ക്മാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കെവിൻ ഫീജി പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് വേഴ്സി ഹ്യൂ ജാക്ക്മാൻ്റെ വുൾവറിനെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം തന്നെ. സോ പുള്ളിക്കാരൻ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് സത്യമാണ് കെവിൻ ഫീജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വരാം, പക്ഷേ എനിക്ക് RDJയുടെ കൂടെയും ടോബി മെക്കിയോയുടെ കൂടെയും എനിക്ക് ആക്ട് ചെയ്യണം. അതായത് ആസ് എ ക്യാരക്ടർ അയൺമാൻ്റെ കൂടെയും സ്പൈഡർമാൻ്റെ കൂടെയും വൂൾവറിനെ സംസാരിപ്പിക്കണം. അവരുടെ കൂടെ ടീം വർക്ക് ചെയ്ത് സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഹ്യൂ ജാക്ക്മാൻ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. ആസ് ഒരു ഫാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. എനിക്കും അത് കാണാൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. സോ അത് ഈ ഒരു കണ്ടീഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ RDJയും തിരിച്ചു വരും, അതുകൂടാതെ തന്നെ ടോബി മെക്യോറും തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. സീക്രട്ട് വേഴ്സ് മറ്റൊരു എൻഡ് ഗെയിം ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ന്യൂസും അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഓസ്കർസിനകത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ബെസ്റ്റ് ഫിലിം ഏതായിരുന്നു ഈ ഒരു വർഷത്തെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങളുടെ ലിസ്റ്റിലെ ബെസ്റ്റ് ആക്ട്രസ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ പുതിയ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ stay safe guys, stay awesome. See you guys next episode.